MBBS ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആവണം അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവണം ആഗ്രഹിക്കുന്ന ഒരാള് പെട്ടെന്ന് പോവുക ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലയിലോട്ടാണ്. ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല. സോ ആദ്യം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര നെഗറ്റിവിറ്റി ആയിരുന്നു. കാരണം ഞാൻ ജീവിതത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു സ്ഥാപനം, പക്ഷെ ഇന്ന് ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറി. ഞാനൊരു വലിയ ആവറേജ് സ്റ്റുഡന്റ് ആണ്, പക്ഷെ ഞാൻ എഫേർട്ട് എടുത്ത് പഠിക്കുകയായിരുന്നു. പെട്ടെന്ന് അങ്ങനെ ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു പഠിക്കേണ്ട പീക്ക് ടൈമിലാണ് എനിക്കൊരു ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നത്. സോ എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. സോ ഞാനൊരു പേരന്റ് എക്സാം എഴുതുന്നു, അത്ര നല്ല മാർക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല. 400+ അത്രേ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അറ്റംപ്റ്റ് ശ്രമിക്കുന്നു. വേറെ ഒരു സ്ഥാപനത്തിലായിരുന്നു ഞാൻ പോയത്. അപ്പോഴാണ് എനിക്ക് എക്സാമിന്റെ കുറച്ച് നാൾ മുന്നേ ചിക്കൻ പോക്സ് പിടിപെടുന്നത്. സോ അതും കയ്യിൽ നിന്ന് പോയി. അങ്ങനെ എനിക്ക് എല്ലാം കൊണ്ടും മടുത്തു. ഇനി എന്നെ കൊണ്ട് വയ്യ. അതായത് 2024 മുന്നേ 2023 ഞാനൊരു അറ്റംപ്റ്റ് നടത്തിയപ്പോ അവിടെയും എനിക്ക് വളരെ മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എക്സാം ഹാളിൽ വെച്ചിട്ടുണ്ടായി. സാർ എന്നോട് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കേണ്ട താമസം ഞാൻ പൊട്ടിക്കരഞ്ഞു, ഭയങ്കരമായിട്ട് കരഞ്ഞു എക്സാം ഹാളിൽ നിന്ന്. ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫസ്റ്റ് അറ്റംപ്റ്റും പാളി, സെക്കൻഡ് അറ്റംപ്റ്റും പാളി. തുടങ്ങിയെടുക്കാൻ തന്നെ നല്ല രീതിക്ക് അവസാനിപ്പിക്കാൻ ഞാൻ വീണ്ടും ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലയിലോട്ട് തന്നെ ഒരു എൻട്രി കൂടി നടത്തി. അങ്ങനെ ഞാൻ എക്സാം എഴുതി. അത്യാവശ്യം നല്ല എളുപ്പമുള്ള എക്സാം ആയിരുന്നു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 661 മാർക്ക് ഉണ്ടായിരുന്നു. ഹായ് എവരിവൺ, എന്റെ പേര് അനുഗ്രഹ. ഞാൻ ഹാസൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്റെ നീറ്റ് ജേർണി പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ നീറ്റ് ജേർണിക്ക് കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. ബിക്കോസ് ഇത് എല്ലാരെയും പോലെ 1-2 വർഷത്തെ കഥയൊന്നുമില്ല. ഇതൊരു ലോങ് നീറ്റ് ജേർണിയാണ്. പിന്നെ ഈ കഥയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. അതായത് ഏതോ സിനിമയില് ആരോ പറഞ്ഞ പോലെ ഈ കഥ വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. ബിക്കോസ് ഒരാൾക്ക് ഇത്രയും ഫേറ്റ് അഗെയിൻസ്റ്റ് ആവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഒരു കുറച്ച് സമയം കൊണ്ട് ഒരാൾക്ക് ഇത്രയും അസുഖങ്ങൾ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ എന്തായാലും ഞാൻ ഇത്രയും വലിയൊരു ജേർണി ഞാൻ ഭയങ്കര ഷോർട്ടായിട്ട് ഞാൻ പ്രസന്റ് ചെയ്യാം. സോ +2 കഴിഞ്ഞിട്ട് ഞാൻ എല്ലാരെയും പോലെ തന്നെ MBBS ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആവണം അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവണം ആഗ്രഹിക്കുന്ന ഒരാള് പെട്ടെന്ന് പോവുക ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലയിലോട്ടാണ്. ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല. സോ ആദ്യം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര നെഗറ്റിവിറ്റി ആയിരുന്നു. കാരണം ഞാൻ ജീവിതത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു സ്ഥാപനം, പക്ഷെ ഇന്ന് ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറി. സോ അങ്ങനെ ഒരു ട്രാൻസിഷൻ എങ്ങനെ സംഭവിച്ചു. ആൻഡ് പിന്നെ ഞാനൊരു ലോ IQ സ്റ്റുഡന്റ് ആണോ ഹൈ IQ സ്റ്റുഡന്റ് ആണോ ചോദിച്ചാൽ എനിക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല. സത്യം പറഞ്ഞ് ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡന്റ് ആണ്, പക്ഷെ ഞാൻ എഫേർട്ട് എടുത്ത് പഠിക്കുകയായിരുന്നു. പെട്ടെന്ന് അങ്ങനെ ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരാൾക്ക് 1 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന കാര്യം ചിലപ്പോൾ എനിക്ക് 1, 2, 3 മണിക്കൂർ എടുത്തേ പഠിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഞാൻ എഫേർട്ട് എടുത്ത് പഠിക്കുകയായിരുന്നു. അങ്ങനെ എനിക്കൊരു +2 99% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. പിന്നെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹം, വീട്ടുകാരുടെ ആഗ്രഹം ഡോക്ടർ ആവാം. പിന്നെ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് വേറെ ഒരു കോഴ്സിനെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഫാമിലിയിൽ ഡോക്ടേഴ്സ് ആയിട്ട് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു തരാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാഗ്രഹം ഉണ്ടായിരുന്നു, അത് വളർത്തിയെടുക്കണം, ബ്രില്യനിലോട്ട് പോകണം, ഇതായിരുന്നു. സോ അങ്ങനെ +2 കഴിഞ്ഞിട്ട് ഞാൻ ബ്രില്യനിലോട്ട് അഡ്മിഷൻ എടുക്കുന്നു. ബ്രില്യൻ പാലയിലോട്ടാണ് ഞാൻ പോകുന്നത്. സോ അവിടെ എത്തിയിട്ടാണ് ഞാൻ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ഞാൻ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്നത്. നമ്മള് പ്രതീക്ഷിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല എൻട്രൻസ് എന്നുള്ളത് മനസ്സിലായി. ഞാൻ വിചാരിക്കുന്നത് ലൈക്ക് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഹോം ശാന്തിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പോകുന്നു എൻട്രൻസിന് പഠിക്കുന്നു ഡോക്ടറായിട്ട് വരുന്നു. പക്ഷെ അതല്ല റിയാലിറ്റി. ഒരുപാട് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം ആദ്യം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പഠിക്കുന്നു, പിന്നെ ഒബ്ജക്റ്റീവായിട്ട് മാറുന്നു. പിന്നെ എന്താണ് എൻട്രൻസ് എന്ന് മനസ്സിലാക്കാനും കുറേ ടൈം എടുത്തു. എനിക്ക് തോന്നുന്നു പഠിക്കേണ്ട സമയങ്ങളിലൊന്നും വൃത്തിക്ക് പഠിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് പഠിക്കുന്നത്. ഒരു സ്മാർട്ട് വർക്ക് എന്നുള്ളൊരു സാധനം ഭയങ്കരമായിട്ട് ലാക്ക് ചെയ്തിരുന്നു എൻ്റെ ഒരു സ്റ്റഡി പ്രിപ്പറേഷനിൽ. പിന്നെ ഒരു പഠിക്കേണ്ട പീക്ക് ടൈമിലാണ് എനിക്കൊരു ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നത്. സോ എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. വീട്ടിൽ നിന്ന് എന്നെ പിക്ക് ചെയ്യാൻ വന്നു. ഞാൻ അങ്ങനെ വെക്കേറ്റ് ചെയ്ത് അവിടെ പോകുന്നു, വീട്ടിലോട്ട് പോകുന്നു. പിന്നെ എനിക്ക് ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ ആ സമയത്താണ് എനിക്ക് അസുഖം വന്നത്. അതുകൊണ്ട് എനിക്ക് ആ ഒരു കാലഘട്ടം എനിക്ക് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്തൊരു കാലഘട്ടമായിരുന്നു. പിന്നെ എനിക്ക് ബ്രില്യൻ ഹോസ്റ്റലിലായിരുന്നില്ല ഞാൻ. സോ അതുകൊണ്ട് എനിക്ക് അത്ര നല്ലൊരു എക്സ്പീരിയൻസ്, അതുകൊണ്ടാണെന്നറിയില്ല, ആ ഒരു ഹോസ്റ്റലിൽ എനിക്ക് നല്ല എക്സ്പീരിയൻസേ ആയിരുന്നില്ല. പിന്നെ ഒരു ചുറ്റുമുള്ള ഒരു എൻവയോൺമെന്റ് ഒക്കെ ഭയങ്കര ഡാർക്കായിട്ടായിരുന്നു ഫീൽ ചെയ്തത്. മേ ബി ഫിസിക്കലി മെന്റലി വയ്യാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്. സോ അങ്ങനെ വീട്ടിലോട്ട് പോകുന്നു. വീട്ടിൽ പോയിട്ട് നമുക്കറിയാലോ
വയ്യാത്തൊരാള്, സോ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ നന്നായിട്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നോട്ട്. എന്തായാലും എന്നെ കൊണ്ട് പറ്റിയില്ല. സോ ഞാനൊരു പേരന്റ് എക്സാം എഴുതുന്നു, അത്ര നല്ല മാർക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റിയില്ല. 400+ അത്രേ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ആ ഒരു മാർക്ക് സഫീഷ്യന്റ് ആയിരുന്നില്ല ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടാനായിട്ട്. സോ അങ്ങനെ ഞാൻ സർജറി ചെയ്തു, കുറെ നാൾ ബെഡ് റെസ്റ്റ് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അറ്റംപ്റ്റ് ശ്രമിക്കുന്നു. വേറെ ഒരു സ്ഥാപനത്തിലായിരുന്നു ഞാൻ പോയത്. ബിക്കോസ് എനിക്ക് പറ്റില്ലല്ലോ, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നല്ലോ. ഒരിക്കലും ബ്രില്യന്റിന്റെ തെറ്റല്ല, എന്റെ തെറ്റാണ്. പക്ഷെ സ്റ്റിൽ അങ്ങനെ ഒരു മെന്റാലിറ്റി വന്നു കഴിഞ്ഞു അപ്പോഴത്തേക്ക്. അപ്പോഴാണ് കൊറോണ ടൈം ആയിരുന്നു. അപ്പൊ ഭയങ്കര ഭാഗ്യമുള്ള കുട്ടിയായതുകൊണ്ട് എനിക്ക് കൊറോണയും വന്നു. സോ എല്ലാം കൊണ്ടൊരു മടുപ്പായി. കാരണം അന്ന് ഭയങ്കര ഒരു ഡെഡ്ലി ഡിസീസ് ആയിരുന്നല്ലോ കൊറോണ. സോ കോവിഡ് വന്നു, എല്ലാ പ്രതീക്ഷകളും പോയി. ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫസ്റ്റ് അറ്റംപ്റ്റും പാളി, സെക്കൻഡ് അറ്റംപ്റ്റും പാളി. അങ്ങനെ ഒന്നും കൂടി ഒരു അറ്റംപ്റ്റും കൂടി എടുക്കാം. കാരണം വീട്ടുകാരെടുക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവര് അങ്ങനെ എന്നെ താഴ്ത്താനോ എന്നെ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്യാനൊന്നും ശ്രമിച്ചില്ല. അവര് ഇങ്ങനെ സപ്പോർട്ട് തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു തവണയും കൂടി ഞാൻ അറ്റംപ്റ്റ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് എക്സാമിന്റെ കുറച്ച് നാൾ മുന്നേ ചിക്കൻ ബോക്സ് പിടിപെടുന്നത്. സോ അതും കയ്യിൽ നിന്ന് പോയി. അങ്ങനെ എനിക്ക് എല്ലാം കൊണ്ടും മടുത്തു. ഇനി എന്നെ കൊണ്ട് വയ്യ. ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചു. ആദ്യത്തെ നീറ്റ് അറ്റംപ്റ്റിൽ ഓക്കെ എനിക്ക് എന്റേതായ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. പിന്നെ അത് ഞാൻ മനസ്സിലാക്കി റെക്ടിഫൈ ചെയ്തിട്ടാണ് രണ്ടാമത്തെ അറ്റംപ്റ്റും മൂന്നാമത്തെ അറ്റംപ്റ്റും ഒക്കെ പോയത്. പക്ഷെ അപ്പോഴും വിധി എന്നോട് വളരെ മോശമായിട്ടാണ് നിന്നിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അങ്ങനെ ഞാൻ മടുത്തു. എനിക്ക് വേണ്ട. ഞാൻ കുറച്ച് എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, MBBS ആണോ വലുത്, അതിലേക്കാളും മറ്റു കോഴ്സസ് ഉണ്ട്, എത്രയോ സാധ്യതകളുള്ള മറ്റു കോഴ്സസ് ഉണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു തുടങ്ങി, ഇനി ഇത്ര മതി. ഞാൻ എന്റെ എഫേർട്ട് ഇട്ടു, എനിക്ക് കിട്ടിയില്ല, മതി, ഇനി വേറെ എന്തിലോട്ടെങ്കിലും പോവാന്നുള്ള തീരുമാനത്തിൽ എത്തി. അങ്ങനെ ഞാൻ വേറെ കോഴ്സ് പഠിക്കാൻ വേണ്ടി പോവാണ്. സോ അങ്ങനെ വേറെ കോഴ്സ് പഠിക്കാൻ വേണ്ടി പോകുന്നു. പക്ഷെ അപ്പോഴും മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കാരണം ആഗ്രഹിച്ചതൊന്ന്, എത്തിപ്പെട്ടത് വേറെ ഒന്നിലോട്ട്. ഒട്ടും സമാധാനമില്ല. പിന്നെ ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ അമ്മ. എന്റെ അമ്മ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അമ്മയ്ക്കൊരു വിഷമം ഉണ്ടായിരുന്നു ഉള്ളിൽ, ഞാൻ പോലും കാണാണ്ട് ഒളിപ്പിച്ച് വെച്ച വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ റിയലൈസ് ചെയ്തപ്പോ പിന്നെ എനിക്കും ഉണ്ടായിരുന്നു എന്തോ ഒരു റിഗ്രറ്റ്. നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ട് കിട്ടാണ്ട് പോയാൽ പിന്നെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ആ റിഗ്രറ്റ് സ്ട്രോങ് ആയാൽ അതെന്നെ വളരെ മോശമായി ബാധിക്കുന്ന എനിക്ക് മനസ്സിലായി. സോ അതുകൊണ്ട് ഞാൻ സൈഡായിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഈ വർഷത്തിന്, അതായത് 2024 മുന്നേ 2023 ഞാനൊരു അറ്റംപ്റ്റ് നടത്തിയപ്പോ അവിടെയും എനിക്ക് വളരെ മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എക്സാം ഹാളിൽ വെച്ചിട്ടുണ്ടായി. അതായത് എന്റെ അലോട്ടഡ് ടൈം 1 PM ആയിരുന്നു. സോ ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ഒരുപാട് പേര്, വലിയൊരു ക്യൂ ഞാൻ കണ്ടു. കാരണം അവരൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ 11, 12 ഒക്കെ റിപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരായിരുന്നു. പക്ഷെ അവരൊക്കെ 1 PM റിപ്പോർട്ട് ചെയ്യാൻ വന്നത്. സോ അങ്ങനെ ഞാൻ ഈ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എന്റെ ഹാളിൽ എത്തിയപ്പോൾ എന്റെ ഹാൾ ഫിൽഡ് ആയിരുന്നു. ഞാൻ മാത്രമായിരുന്നു ലാസ്റ്റ് കാൻഡിഡേറ്റ് അവിടെ എത്തേണ്ടിയിരുന്നത്. സോ അങ്ങനെ ഞാൻ എത്തി. സോ ഞാൻ എല്ലാവർക്കും പെന്നൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പെന്ന് ചോദിച്ചപ്പോൾ ഒന്നാമത് നമുക്ക് ഒട്ടും അറിയാത്ത ഒരാൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു ചടപ്പാണ്. പക്ഷെ എന്നാലും എന്റെ ആവശ്യമാണല്ലോ. അപ്പൊ ഞാൻ മാമിനോട് ഏകദേശം 1:45 അപ്പൊ ഞാൻ മാമിനോട് മാം പെന്നെന്ന് ചോദിച്ചപ്പോൾ മാം ഭയങ്കരമായിട്ട് മുഖം തിരിച്ചു കാണിച്ചു. അതെനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻസൾട്ട് ആയിട്ട് ഫീൽ ചെയ്തു. എനിക്ക് തരേണ്ടിയിരുന്ന സാധനമാണ്, ഞാൻ ചോദിച്ചു എന്നിട്ട് തന്നില്ല. പിന്നെ അപ്പൊ എന്റെ അടുത്തിരുന്ന കുട്ടിയൊക്കെ പേടിക്കണ്ട, സമാധാനിക്ക്, കിട്ടും, പെന്നല്ലേ കിട്ടും, മുന്നിലിരുന്ന കുട്ടി പേടിക്കണം. അപ്പോഴത്തേക്ക് എന്റെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി. എനിക്ക് പെണ്ണ് തരുന്നില്ല. മറ്റേ നമ്മൾ ആദ്യം തന്നെ എക്സാമിന് നമ്മുടെ പേരൊക്കെ എൻ്റർ ചെയ്തിട്ട് സിഗ്നേച്ചർ, അതൊന്നും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. ഞാൻ ദൈവം എന്തായാലും ഞാൻ ഇവിടെ ഇരിക്കേണ്ട ആളൊന്നുമില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. എക്സാമിന് മുന്നേ ഇങ്ങനത്തെ തോട്ട്സ് ആണ് എന്റെ ഉള്ളിൽ കയറിയത്. അപ്പൊ വേറൊരു സൂപ്പർവിഷന് വേണ്ടിയിട്ട് വേറൊരു സാർ കയറിയിരുന്നു. കയറി വരുമ്പോൾ തന്നെ കാണുന്നത് എന്റെ ഇങ്ങനത്തെ ഒരു ഫേസ് ആണ്. അപ്പൊ സാർ എന്നോട് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കേണ്ട താമസം ഞാൻ പൊട്ടിക്കരഞ്ഞു, ഭയങ്കരമായിട്ട് കരഞ്ഞു എക്സാം ഹാളിൽ. അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധ എന്റെ മേത്തെ. പക്ഷെ ഞാൻ ചിന്തിച്ചത് എത്രയോ പ്രതീക്ഷയോടെ വന്ന് എഴുതാൻ വന്ന കുട്ടികളാണ്. സോ അവരുടെ ഒരു സ്റ്റാർട്ട് ഞാൻ കാരണം പിഴക്കരുതല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി. സാറും മാം ഒക്കെ ബാക്കിൽ തന്നെ വന്ന് എന്താ പ്രശ്നം എന്നൊക്കെ വന്നു. അപ്പത്തേക്ക് എനിക്ക് പാനിക് അറ്റാക്ക് വന്നു. അവരെന്നെ കുറെ നേരം പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട് ആ മാം എന്നോട് വന്ന് പറഞ്ഞത്, എന്റെ കാര്യം ചോദിച്ചാൽ ഞാൻ പെണ്ണിട്ടില്ല. അപ്പൊ മാം പറഞ്ഞു ഇതിനാണോ കരയുന്നതെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പക്ഷെ അപ്പത്തേക്കും ഞാൻ ഭയങ്കര പാനിക്കായി, ഭയങ്കര സീനായി. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം എനിക്ക് അങ്ങനെ പോയി.
അപ്പൊ എനിക്ക് ആ മാം എന്നെ വന്ന് ആശ്വസിപ്പിച്ചത് ഭയങ്കര രസകരമായിട്ട് ഇപ്പൊ തോന്നുന്നു. നീറ്റാണോ വലുത്, ഇതാണോ ലൈഫിലെ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞു. അത് ഭയങ്കര ഫണ്ണായിട്ട് തോന്നുന്നു ചിന്തിക്കുമ്പോൾ. സോ അങ്ങനെ ഒരു സ്റ്റാർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സായി. ഭയങ്കര ഒരു ടെറിബിൾ സ്റ്റാർട്ടായിരുന്നു എക്സാമിന്. പക്ഷെ എന്നാലും ഞാൻ അറ്റംപ്റ്റ് ചെയ്തു, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അറ്റംപ്റ്റ് ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 591 ആയിരുന്നു എന്റെ സ്കോർ. സോ ഞാനപ്പോ ചിന്തിച്ചപ്പോ ആ ഒരു അരമുക്കാൽ മണിക്കൂർ എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിപ്പോയേനെ എന്നൊരു തോട്ട് പിന്നെയും വന്നു. സോ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ പ്രൈവറ്റിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ ഒരുപാട് പേരോട് അഭിപ്രായങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ബിക്കോസ് എന്തൊക്കെ പറഞ്ഞാലും പ്രൈവറ്റ് ആണ്, ഭയങ്കരമായ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു വീട്ടിൽ നിന്നല്ല ഞാൻ വരുന്നത്. സോ എന്നാലും ഒരു മൈൻഡിലൊരു ഇൻഹിബിഷൻ കാണും, വേണോ വേണ്ടയോ. സോ ഞാൻ ഒരുപാട് പേരോട് അഭിപ്രായം ചോദിക്കാൻ തുടങ്ങി. വീട്ടുകാർ എപ്പോഴും സപ്പോർട്ട് ചെയ്തു. വീട്ടുകാർക്കാണെങ്കിൽ എന്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ മെന്റലിക്ക് ഒരുപാട് ഡൗൺ ആയ സമയമാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം. കാരണം ഒരുപാട് പേര് നമ്മളെ കാണുന്നുണ്ട്, എന്തായും ചോദിക്കുന്ന ആൾക്കാരുടെ അവരുടെ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, മനഃപൂർവ്വം ചോദിക്കുന്ന ആൾക്കാർ, ചുമ്മാ നമ്മുടെ നല്ലത് ആഗ്രഹിച്ച് ചോദിക്കുന്ന ആൾക്കാർ എല്ലാവരും ഉണ്ടാകും. സോ നല്ല ബുദ്ധിമുട്ടായിരുന്നു. സോ ഞാൻ അങ്ങനെ ചോദിച്ചു. അങ്ങനെ ഞാൻ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. ആ സമയം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഒരു ചേട്ടനായിരുന്നു. സോ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഒരു പ്രൈവറ്റിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്നു പറഞ്ഞത് ട്രിവാൻഡ്രത്തിൽ തന്നെ ഒരു പ്രൈവറ്റ് കോളേജ് ആയിരുന്നു. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞത് വേണ്ട എന്നുള്ള രീതിക്കായിരുന്നു. കാരണം MBBS ലൈഫിനെ ഭയങ്കരമായി ഗ്ലോറിഫൈ ചെയ്തും അതിനെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ കുറിച്ചും അങ്ങനെ ഇല്ലാണ്ട് പോകുന്നതിന്റെ പ്രതിസന്ധികളും ഒത്തിരി കാര്യങ്ങൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എന്റെ മുന്നിൽ പ്രസന്റ് ചെയ്തു തന്നു. സോ അതൊക്കെ കേട്ടപ്പോ ഞാൻ യെസ്, എന്തുകൊണ്ട് ഒരു അറ്റംപ്റ്റും കൂടി ശ്രമിച്ചുകൂടാ, അങ്ങനെ ഒരു തോട്ട് വന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ പിന്നെയും ഒരു ദൈവത്തിന്റെ ഒരു സൈൻ ആണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. 2 days ബിഫോർ ഞാൻ അഡ്മിഷൻ എടുക്കാൻ നിന്ന 2 days ബിഫോർ എന്റെ പപ്പയ്ക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നു. അങ്ങനെ ഞാൻ അഡ്മിഷൻ എടുക്കേണ്ട ദിവസം കൂടി ഞാൻ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. സോ അപ്പൊ ഞാൻ വിചാരിച്ചു മതി. ഞാൻ വീട്ടുകാരോട് പറഞ്ഞു വേണ്ട, പ്രൈവറ്റ് വേണ്ട, പഠിക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മാത്രമേ പഠിക്കുള്ളൂ. സോ ഞാനത് തറപ്പിച്ചു പറഞ്ഞു. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യാൻ അവനും കൂടെ നിന്നു. അവർക്ക് മനസ്സില്ലാ മനസ്സോടെ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. സോ അങ്ങനെ ഞാൻ വീണ്ടും എവിടെ വെച്ചാണോ ഞാൻ തുടങ്ങിയത് അവിടെ വെച്ച് തന്നെ എനിക്ക് അവസാനിപ്പിക്കണം നല്ലൊരു എന്താ പറയാ ആ ഒരു വാശിയുണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യം പറഞ്ഞു ബ്രില്യന്റ് എന്ന് കേൾക്കുമ്പോൾ എന്റെ മൈൻഡിൽ ഭയങ്കര ഇരുട്ടായിരുന്നു. അതൊരു വെളിച്ചത്തിലോട്ട് നയിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ഒരു കാര്യം നമുക്ക് ഓർക്കുമ്പോ വിഷമമോ അല്ലെങ്കിൽ ഭയങ്കര ഡാർക്കായിട്ട് തോന്നുന്നു ഒരു കാര്യം എന്റെ ലൈഫിൽ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സോ തുടങ്ങിയെടുക്കുന്ന തന്നെ നല്ല രീതിക്ക് അവസാനിപ്പിക്കാൻ ഞാൻ വീണ്ടും ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാലയിലോട്ട് തന്നെ ഒരു എൻട്രി കൂടി നടത്തി. അപ്പം എനിക്ക് 591 മാർക്സ് ഉണ്ടായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് എമറാൾഡ് കിട്ടി. നല്ല അവിടുത്തെ ബെസ്റ്റ് ഹോസ്റ്റലിൽ ഒന്നാണ് എമറാൾഡ്. സോ അവിടെ എല്ലാ നല്ല പഠന സൗകര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ Q46 എന്ന് പറഞ്ഞ ക്ലാസ് മരിയറ്റ് മിസ്സിന്റെ ക്ലാസ് ആയിരുന്നു. സോ എനിക്ക് കിട്ടാന്നുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് ക്ലാസ് ടീച്ചർ ആയിരുന്നു മരിയറ്റ് മാം. എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ക്ലാസ്സിലെ കുട്ടികളായിക്കോട്ടെ എല്ലാരും ഒത്തിരി എൻകറേജും ഒത്തിരി മോട്ടിവേറ്റും ഒത്തിരി സപ്പോർട്ട് ചെയ്തു. വളരെ നല്ലൊരു വർഷമായിരുന്നു. എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഇയറിലൂടെയായിരുന്നു ഞാനന്ന് കടന്നുപോയത്. അതൊരു ബ്രില്യന്റ് തന്നെ ആയിരുന്നു. ഞാൻ ഇതിനു മുന്നേ വന്ന ബ്രില്യന്റ് ആയിരുന്നു. ഒരു 2ാം ജന്മമൊക്കെ എടുത്തു പോയതുപോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അത്രയും നല്ലൊരു ഇയർ ആയിരുന്നു. സോ ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങി, നന്നായിട്ട് പഠിച്ചു തുടങ്ങി, റാങ്ക് ലിസ്റ്റിൽ നല്ല രീതിക്ക് വരാൻ തുടങ്ങി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ മോഡൽ എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഫസ്റ്റില് ക്യാഷ് പ്രൈസ് കിട്ടി, 700 മാർക്സ് കിട്ടി. ഇടയ്ക്ക് വെച്ച് ഡൗൺ ആയി പോകുന്നുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ഇങ്ങനെ പിന്നെ ഞാൻ സെൽഫ് മോട്ടിവേറ്റഡ് ആകും. അങ്ങനെ ഫൈനലി എക്സാം ഡേ അടുത്തു. എന്തോ ഭാഗ്യവശ ഞാൻ എക്സാം ഹാളിൽ കയറിയപ്പോ തന്നെ എന്റെ ആ ഒരു ടേബിളില് പെൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പൊളിക്കും. അങ്ങനെ ഞാൻ എക്സാം എഴുതി. അത്യാവശ്യം നല്ല എളുപ്പമുള്ള എക്സാം ആയിരുന്നു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 661 മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് പിന്നെ സംഭവിച്ചു. അതിൽ 5 മാർക്സ് പിന്നെ റെഡ്യൂസ് ആയി 656 മാർക്ക്. ഇറ്റ്സ് ഓക്കെ. അതൊരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ അത് ഇനഫ് ആയിരുന്നു. അങ്ങനെ ഞാൻ സ്ട്രേ വേക്കൻസി വരെ വെയിറ്റ് ചെയ്തു.
ഐ തോട്ട് അതായിരുന്നു ബെറ്റർ ഓപ്ഷൻ. പക്ഷെ അതൊരു റിസ്ക് ആണ്, ഭയങ്കര ഹൈ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് സ്ട്രേ വരെ വെയിറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ ഞാൻ ആ റിസ്ക് ഏറ്റെടുത്തു. ഇത്രയും റിസ്ക് എടുത്ത് എനിക്ക് അതും കൂടി എന്തുകൊണ്ട് എടുത്തുകൂടാ? അങ്ങനെ എന്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫാമിലിയിലും. സോ അങ്ങനെ ഞാൻ സ്ട്രേ വരെ വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം എനിക്ക് അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. ഞാൻ ആക്ച്വലി കേരളത്തിൽ പഠിക്കാൻ ഒത്തിരി ആഗ്രഹിച്ച ആളാണ്. അപ്പൊ എനിക്ക് പത്തനംതിട്ട മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഒരേ സമയം എനിക്ക് ഹാസൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അത് കർണാടകയിലാണ്. സോ ഞാൻ വിചാരിച്ചു കേരളത്തിൽ കിട്ടിയല്ലോ, അപ്പൊ പിന്നെ അവിടെ പോയാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ അവിടെ ഭയങ്കര സന്തോഷമാണ്, കേരളത്തിലാണല്ലോ, അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്യുന്നതിന് 2 ദിവസം മുന്നേ ചുമ്മാ ഇങ്ങനെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തിരിക്കുമ്പോൾ കാറ്റൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫോൺ നോക്കുമ്പോൾ ഒരു മെയിൽ വന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് NMC താങ്കളുടെ അലോട്ട്മെന്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അപ്പൊ എനിക്ക് അറ്റാക്ക് വന്നു. എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ ഒത്തിരി കരഞ്ഞു. ഞാൻ എന്റെ 2-3 ഫ്രണ്ട്സിനെ വിളിച്ചു, എന്റെ പരിചയത്തിലുള്ള സാറുമാരെ വിളിച്ചു. ലൈക്ക് ബ്രില്യന്റിൽ എനിക്ക് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത സാർ ഉണ്ട്, ടോം സാറ്, എന്റെ മാം മരിയറ്റ് മാം, പിന്നെ ജസ്റ്റിസ് സാറൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ അവരൊക്കെ വിളിച്ചു. അപ്പോ അവരൊക്കെ കുറെ ആശ്വസിപ്പിച്ച്, സാരില്ല, അതെന്താന്ന് വെച്ചാൽ ആ റൂൾ പ്രകാരം നമുക്ക് 2 സ്ഥലത്ത് അങ്ങനെ അഡ്മിഷൻ കിട്ടിയാൽ നമ്മൾ മസ്റ്റ് ആയിട്ട് മോളിഞ്ചിൽ തന്നെ ജോയിൻ ചെയ്യണം എന്നാണ്. അങ്ങനെ 2 ദിവസം മുന്നേ ഞാൻ അറിയുന്നു ഞാൻ ഹാസൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് ജോയിൻ ചെയ്യേണ്ടത്. അങ്ങനെ എനിക്ക് മെന്റലി ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല, കാരണം ഞാൻ കേരളത്തിലാണല്ലോ. ഓ വാവ്, അങ്ങനെ ഒരു മെന്റാലിറ്റിയിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഹാസൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഒരു സ്വിച്ച്, ഒരു ട്രാൻസിഷൻ. സോ വീട്ടുകാരൊക്കെ പറഞ്ഞു സാരില്ല, നല്ല കോളേജാണ്, അത് കർണാടകയിലെ 1 ഓഫ് ദി ടോപ്പ് കോളേജസ് ആണെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു, പോകുന്നു. ഇപ്പൊ ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു സാധാരണ കുടുംബത്തിലൊരു കുട്ടിക്കും ഡോക്ടർ ആകാം. നിങ്ങളുടെ കുടുംബത്തിൽ ഡോക്ടേഴ്സ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആ സ്വപ്നം കാണാം. എത്ര തന്നെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിന്നാലും അതിനൊക്കെ മറികടന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിലോട്ട് എത്താം. പിന്നെ നിങ്ങൾ മനസ്സിരുത്തി പഠിച്ച് അത് ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് അച്ചീവ് ചെയ്യും. ഞാനിത് ആരെയും ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും പറയുന്നില്ല, കാരണം 1-2 വർഷങ്ങൾ കൊണ്ട്, 1 വർഷം കൊണ്ടൊക്കെ ഇത് ക്രാക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വളരെ നല്ല കാര്യം. പക്ഷെ അങ്ങനെ ചെയ്തില്ല എന്ന് വിചാരിച്ചു ഇപ്പൊ 3 ഇയർ ആയിട്ടും 4 ഇയർ ആയിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരോടും പറയാനുള്ളത്, ഒരിക്കലും ഇതൊരു നഷ്ടമായിട്ട് കൂട്ടരുത്. കാരണം നിങ്ങൾക്ക് അതൊക്കെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ടൈം വരും. ആ പോയ വർഷങ്ങളൊക്കെ, ഇപ്പൊ ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PG സ്റ്റുഡൻസ് എന്നൊക്കെ പറയുന്നത് നല്ല ഏജ്ഡ് ആയ ആൾക്കാരാണ്, 36-40 ഇയേഴ്സ് ഒക്കെ ഉള്ളവരുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആഗ്രഹം അത്രയും ഡീപ്പാണ്, നിങ്ങൾക്ക് ഇത് കിട്ടിയേ പറ്റുന്നുള്ളൊരു സാധനം ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ മോഡൽ എക്സാം ടൈം ആയിരിക്കും. പഠിച്ച് എല്ലാം സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരു 2-3% ആൾക്കാർ കാണും. ഓക്കെ, ഇതിലൂടെ പഠിക്കാന്ന് വിചാരിക്കുന്ന ഒരു മെജോറിറ്റി ആൾക്കാർ കാണും. സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, പറ്റുന്ന പോലെയൊക്കെ പഠിക്കുക, ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. എല്ലാവരും നിങ്ങൾ പഠിക്കുന്നത് ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലാണ്, ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം. പക്ഷെ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ പഠിച്ചാൽ എന്തായാലും കിട്ടും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ഏകദേശം കേരളത്തിൽ എല്ലാ കോച്ചിങ് സെന്റേഴ്സിലും എന്റെ ഒരു എത്തിനോട്ടം ഞാൻ എത്തി നോക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു ബേസിസിൽ പറയുകയാണെങ്കിൽ ദ ബെസ്റ്റ് ആണ് ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. സോ നിങ്ങൾ നിങ്ങളുടെ എഫേർട്ടും കൂടി ഇട്ടാൽ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ എല്ലാവർക്കും എന്റെ എല്ലാ ആശംസകളും. സോ എല്ലാവരും നന്നായിട്ട് ഫോക്കസ് ചെയ്ത് തുടങ്ങുക. ഇപ്പൊ ഇന്ന് തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ലക്കിൽ മാത്രം വിശ്വസിക്കാതിരിക്കുക, ഹാർഡ് വർക്കിൽ വിശ്വസിക്കുക. നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സോ റിസൾട്ടിനെ പറ്റി മച്ച് ബോധേഡ് ആവാണ്ട് നിങ്ങൾ വിശ്വസിക്കുക, നന്നായിട്ട് എക്സാം ചെയ്ത്. ഓൾ ദ വെരി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.